ഞാൻ രമ്യാഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റൈസ് ആണ്. മല്ലിയിലയും നാരങ്ങയുടെ ജ്യൂസും ഫ്ലേവറും ഒക്കെയുള്ള ഒരു ചിക്കൻ റൈസ് ആണ്. കൊറിയാൻഡർ ലെമൺ ചിക്കൻ റൈസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തുള്ളത് എല്ലുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ചൂസ് ചെയ്യാം. 1/2 കിലോന് ഒരു 100 ഗ്രാം കൂടുതലുണ്ട്. ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഇതിലോട്ട് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധാരണ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകം അല്ല, സാധാ ജീരകം. 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നത് കണ്ട് 2 ടീസ്പൂൺ ആഡ് ചെയ്തു വിചാരിക്കേണ്ട. ഇത് കുഞ്ഞു ടീസ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ആഡ് ചെയ്തു. 1 ടീസ്പൂൺ മതിയാവും. നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. വൈറ്റ് പെപ്പർ പൗഡർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ ഇല്ലാത്തതുകൊണ്ട്, അതായത് കറുത്ത കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് പേപ്പർ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏകദേശം 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്, ഞാൻ ഫ്രഷ് ആയിട്ട് കുറച്ച് ഗാർലിക് കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഞാൻ ഇപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ആ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുഞ്ഞായി അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാളയും കുറച്ചുകൂടെ വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് പാനിലിട്ടിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചു. ഒരു 1/2 അവർ ഇരുന്നോട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഒരു വലിയൊരു സവാള വളരെ കുഞ്ഞായി ചോപ്പ് ചെയ്യാൻ പോവുകയാണ്. സവാള ചോപ്പ് ചെയ്ത ശേഷം ഞാൻ ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാവും. പൊടിയായി അരിയ രണ്ടും. ചിക്കൻ മാരിനേഷൻ വേണമെങ്കിൽ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി, കവർ ചെയ്തിട്ട്. അപ്പം കുറച്ചുകൂടെ സമയം കിട്ടും, ഈസി ആയിരിക്കും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളി കൂടെ നന്നായി അരിഞ്ഞ് എടുക്കാം. പൊടിയായി അരിഞ്ഞെടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മാരിനേഷന് 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് രണ്ടും അരിഞ്ഞു കഴിഞ്ഞു. അത് മാറ്റി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും സവാളയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാനിലിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒരു 10 മിനിറ്റ്, 2 സൈഡും 10 മിനിറ്റ് നമുക്കൊന്ന് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എണ്ണയിൽ. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇത് വേവിക്കണം. ഞാൻ വേറെ പാൻ ഇപ്പം എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് വേറെ പാൻ എടുക്കാം. ഇപ്പം ഞാൻ എന്തായാലും പ്രഷർ കുക്കറിൽ ആ ചിക്കൻ പീസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരട്ടെ. അതിൻ്റെ കളറൊക്കെ നന്നായി ഒന്ന് പിടിക്കണം. കണ്ടില്ലേ, എൻ്റെ ചിക്കൻ ഒന്ന് അതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ആ സവാളയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായി ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായി പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നന്നായി വേവിക്കണം. ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ സവാളയെല്ലാം ആഡ് ചെയ്തിട്ട്. അതിൻ്റെ മസാല എല്ലാം നന്നായി പിടിക്കണം ചിക്കനിലോട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ജീരകശാല റൈസ് ആണ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം. ബസ്മതി അരിയാണ് കയ്യിലുള്ളെങ്കിൽ ബസ്മതി അരി എടുക്കാം. ഈവൻ പൊന്നിയരി പോലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അതിലോട്ട് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പോവുകയാണ്. ചിക്കൻ നന്നായി വെന്ത് വരണം. അതിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് വരും. അപ്പൊ ചിക്കൻ വേവട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുക്കർ അടച്ചു. ഇനി ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രഷറെല്ലാം പോയ ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുക്കർ പ്രഷറെല്ലാം പോയിട്ട് തുറന്നതാണ്. അപ്പൊ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് റൈസ് ഡ്രൈ ആയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ചിക്കനും കുറച്ച് ഡ്രൈ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ചോറ് കൂടി ഇട്ടിട്ട് ഇളക്കാനുള്ള സൗകര്യമില്ല ഈ പാനിലോട്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു നോൺ സ്റ്റിക് പാനിലോട്ട് മാറ്റുകയാണ്. ഞാൻ വേറൊരു പാനിലോട്ട് മാറ്റി, നോൺ സ്റ്റിക് പാനിലോട്ട് മാറ്റി, ഒരു കടായിലോട്ട് മാറ്റി. ഞാൻ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച അരി അല്ലെങ്കിൽ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരകശാല അരിയാണ്. ഞാൻ ഏകദേശം 1 കപ്പ് അരിയാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇളക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇളക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ലെമൺ സിസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്നത് കൊറിയാൻഡർ ലെമൺ ചിക്കൻ റൈസ് ആണ്. അപ്പോൾ അതിന് എന്തായാലും ലെമൺ ഫ്ലേവർ വേണം, അതായത് നാരങ്ങയുടെ ഫ്ലേവർ വേണം. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു കുഞ്ഞു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ മഞ്ഞ ഭാഗം മാത്രം എടുത്താൽ മതി, വെള്ള ഭാഗം എടുക്കരുത്. വെള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കശക്കം. അതുകൊണ്ട് ഈ ഒരു കുഞ്ഞു നാരങ്ങയുടെ മുഴുവൻ തൊലിയും ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജ്യൂസും മേലെ ഒഴിക്കാം. എന്നാലേ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ വരുള്ളൂ. അപ്പോൾ ഞാൻ ലെമൺ മുഴുവൻ സെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തൊലി മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ചോറിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നന്നായി ഇളക്കുക. അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ് വരിക. ഞാൻ പറഞ്ഞില്ല, ഇത് സ്പെഷ്യൽ റൈസ് ആണ്. നന്നായി ഇളക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊറിയാൻഡർ ലെമൺ ചിക്കൻ റൈസ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും കൊറിയാൻഡർ ലീവ്സ് വേണം, മല്ലിയില. അല്ലാതെ നമ്മുടെ മല്ലിയല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, മല്ലി ഇലയാണ്. അപ്പോൾ നാരങ്ങയുടെ തൊലി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, ഞാനിപ്പോൾ ഇതിൽ ഏകദേശം 1 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ റൈസ് റെഡിയായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ ചിക്കൻ റൈസ് ആണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.